ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്ക് ആയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് മുളക് പൊടി, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് തൈര്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരുന്ന ഈസ്റ്റ് അതൊന്ന് ഇതായിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് മൈദ 2 കപ്പ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇളം ചൂടുള്ള വെള്ളമായിരിക്കണം, ഓവറായിട്ട് ചൂടുള്ള വെള്ളം കുഴച്ചെടുക്കരുത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായ ശേഷം ഓയിലൊന്നും തടവി കൊടുത്തിട്ട് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിന്. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കണം. കട്ടിയിൽ പരത്തിയെടുക്കണം, അതേപോലെ നേരിയതായിട്ട് പരത്തിയെടുക്കരുത്. അപ്പോൾ പൊങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇഷ്ടമുള്ള രീതിയിൽ, കുറച്ച് വലുതാണെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്താലും മതി. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് എല്ലാവിടെയായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. എല്ലാവിടെയായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ആവിയിൽ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടി വെജിറ്റബിൾസ്, ക്യാബേജും അതേപോലെ തന്നെ ക്യാരറ്റും ചെറുതായിട്ട് ഒന്ന് കട്ടാക്കിയത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട്. ഓവറായിട്ട് വഴറ്റിയെടുക്കരുത്. കുറച്ച് ഉപ്പും കുറച്ച് സുർക്കയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കാതെ വഴറ്റിയെടുക്കുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കക്കിരി ഞാൻ ഇതുപോലെ ഒന്ന് കട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് വഴറ്റിയെടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ബണ്ണെടുക്കുക. എന്നിട്ട് മയോണൈസ് സ്പ്രെഡ് ആക്കുക. എന്നിട്ട് വെജിറ്റബിൾസൊക്കെ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള പോലെ നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വഴറ്റിയെടുക്കാണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ചിക്കനൊക്കെ അതിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സവാള, ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യുക. മയോണൈസ് ഇതിൻ്റെ മുകളിൽ റെഡിയാക്കിയിട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ്. ടാറ്റാ.